രണ്ടാം വർഷ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സോഷ്യോളജി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മാച്ച് ദ ഫോളോവിങ്സ്, ഇത്തരത്തിലുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊരു പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത് പോകുന്നത് നമ്മുടെ വരുന്ന റിയൽ എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ വർഷത്തെ സോഷ്യോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് പാർട്ട് ചോദ്യം 9 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ദെൻ ഫസ്റ്റത്തെ ചോദ്യം ഇതായിരുന്നു, നെയിം ദ സോഷ്യോളജിസ്റ്റ് ഹു ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനന്റ് കാസ്റ്റ്. പ്രബല ജാതി. ഓക്കെ, ഇവിടെ താഴെ അതിൻ്റെ മലയാളം ഉണ്ട്. പ്രബല ജാതി എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? എം.എൻ. ശ്രീനിവാസനാണ്. എം.എൻ. ശ്രീനിവാസനാണ് ആൻസർ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ടിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തിന് ഉദാഹരണം. ഓക്കെ, കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പോക്കൺ ഇൻ വേരിയസ് സ്റ്റേറ്റ്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നു. ദെൻ രണ്ടാമത്തെ സിംഗിൾ യൂണിഫോം റിലീജിയൻ ഫോളോവേഡ് ബൈ ഓൾ, എല്ലാവരും പിന്തുടരുന്ന ഏകീകൃത മതം. ദെൻ സി ആയിട്ടുള്ള ഓപ്ഷൻ, സിമിലർ ഫുഡ് ഹാബിറ്റ് അക്രോസ് ദ റീജിയൻ. ദെൻ പ്രദേശങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങളാണ്. ദെൻ ഹോമോജിനിയസ് ഡ്രസ് കോഡ് ഫോർ എവരി. നമുക്ക് ഇത് ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ അറിയാം, ബാക്കിയുള്ളൊക്കെ ഏകീകൃതമാണ്. ഉത്തരം അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എ ഇസ് ദ റൈറ്റ് ആൻസർ. ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പോക്കൺ ഇൻ വേരിയസ് സ്റ്റേറ്റ്, വിവിധ സംസ്ഥാനങ്ങൾ സംസാരിക്കുന്നത് വ്യത്യസ്ത ഭാഷകളാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേർ ഇൻഡിവിജ്വൽ ക്യാൻ ബൈ ആൻഡ് സെൽ തിങ്സ് ആർ നോൺ ആസ്. വ്യക്തികൾ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്കറിയാം ഇ കൊമേഴ്സ്. ഉത്തരം എന്താണ്? ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് എന്നാണ് ആൻസർ. ഇ കൊമേഴ്സ് എഴുതിയാൽ ഉത്തരമായി കേട്ടോ. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം, പിക്ക് ദ വൺ വിച്ച് ആർ നോട്ട് എ ബ്രിട്ടീഷ് പ്രസിഡന്റ്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷ് പ്രസിഡൻസി അല്ലാത്തത് ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബോംബെ, മദ്രാസ്, കൽക്കട്ട ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പ്രസിഡൻസി ആയിരുന്നു. ഡൽഹി അല്ല. അപ്പൊ ഡൽഹിയാണ് ഉത്തരം. അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഡൽഹി ഈസ് ദ ആൻസർ. ഡൽഹിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, സോഷ്യോളജി ടീച്ച് അസ് ഹൗ ടു ലുക്ക് ടു അവർ സെൽഫ് ഫ്രം ഔട്ട്സൈഡ്. പുറമേ നിന്ന്, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. പുറമേ നിന്ന് നമ്മളെ എങ്ങനെ വീക്ഷിക്കണമെന്ന് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വയം പ്രതിഫലനം. ആൻസർ സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ സ്വയം. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ, ശാസ്ത്രീയ മാനേജ്മെന്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കാൾ മാക്സോ, ആഡം സ്മിത്തോ, മാക്സ് വെബർ അല്ല, FW ടൈലർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെഡറിക് വിൻസ്ലോ ടൈലർ ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ് മാർക്സ് ദ ലോവസ്റ്റ് ചൈൽഡ് റേഷ്യോ. നമുക്ക് 2011 സെൻസസ് ആണ്. ദെൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേയിൽ പറയുന്നത് ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ ശിശുലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹരിയാന സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, which among the following is an example of agrarian movement? അല്ലെ, കാർഷിക പ്രസ്ഥാനത്തിന് ഉദാഹരണമാണ്. പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ജാർഖണ്ഡ് മൂവ്മെന്റ്.
ജാർഖണ്ഡ് മൂവ്മെന്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അപ്പൊ അത് തെറ്റാണ്. ജാർഖണ്ഡ് മൂവ്മെന്റ് അല്ല. ദെൻ കല്ലുമാല സമരം അല്ലെ, കല്ലുമാല സമരം അല്ല, അത് പുലയർ വിഭാഗത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ദെൻ മഹർ മൂവ്മെന്റ് അല്ല, മഹർ എന്നുള്ള കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റ്മെന്റിനാണ്. ദെൻ ദേബാഗ പ്രസ്ഥാനം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മഹറും അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ നിങ്ങളോട് അടുത്ത് ചോദിച്ചിട്ടുള്ളത് കാസികളുടെ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനം, പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ട്രൈബൽ ഗ്രൂപ്പ് കാസി. 10ാമത്തെ ചോദ്യം ഇതാണ്. ഉത്തരം ദർബാർ കോർ അല്ലെ. എന്താ ഇത്? ദർബാർ. ആൻസർ ദർബാർ കോർ. ഓക്കെ, 10ന്റെ ആൻസർ. അപ്പൊ ഈ 10ലെ 9 നിങ്ങൾ ശരിയാക്കി. 9 മാർക്കിനാണ്. 9 കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ദെൻ സെക്കൻഡ് പാർട്ടിൽ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 12ാമത്തെ. അപ്പോൾ ഇതിൽ കാറ്റഗറൈസ് ചെയ്യാനാണ്. താഴെ തന്നിരിക്കുന്നതിൽ സാമൂഹ്യ മാറ്റത്തിന്റെയും സാമൂഹിക പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാനാണ് കാറ്റഗറൈസ് ഫോളോയിങ് ഇൻ ടു സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്. നമുക്കറിയാം ഇതിലെ ബ്രഹ്മസമാജ്, സാൻസ്ക്രിറ്റൈസേഷൻ സംസ്കൃതവൽക്കരണം, റൈറ്റ് ടു ഇൻഫർമേഷൻ ക്യാമ്പയിൻ, ദെൻ വെസ്റ്റേണൈസേഷൻ. ദെൻ സോഷ്യൽ ചേഞ്ചിൽ പെട്ടതാണ് ഏത്? സംസ്കൃതവൽക്കരണവും അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷനും. പാശ്ചാത്യവൽക്കരണവും അതുപോലെ തന്നെ സംസ്കൃതവൽക്കരണവും സാമൂഹ്യ മാറ്റത്തിൽ വന്നിട്ടുള്ളതാണ്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജ് സാമൂഹിക പ്രസ്ഥാനമാണ്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ക്യാമ്പയിൻ, ഓക്കെ, ഇതും സോഷ്യൽ മൂവ്മെന്റ് ആണ്. ഇത് രണ്ടും ശരിയാക്കി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. സാൻസ്ക്രിറ്റൈസേഷൻ വെസ്റ്റേണൈസേഷൻ ഒക്കെ എം.എൻ. ശ്രീനിവാസന്റെ തിയറിയാണ്. അതൊരു സോഷ്യൽ ചേഞ്ച് ആണ് എന്ന് ഓർത്തു വെക്കുക. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് 23ൽ കൊടുത്തിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യായിരുന്നു. ഓക്കെ, അറിയുന്നത് ആദ്യം സോൾവ് ചെയ്യുക, എങ്കിൽ കിട്ടും അല്ലെ. മഹാത്മാഗാന്ധി, കാക്ക കലേക്കർ, എം.ജി. റാണയുടെ, താരാബായിന്റെ, രാജാറാം മോഹൻ റോയ്. ഏതാണ് നിങ്ങൾക്ക് ആദ്യം അറിയുന്നത് അത് നോക്കാം അല്ലെ. ആദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ രാജാറാം മോഹൻ റോയ് ആയിരിക്കും. സതി നിർത്തലാക്കിയ ആളാണ് രാജാറാം മോഹൻ റോയ്. ദെൻ മഹാത്മാഗാന്ധി ദളിതരെ ഹരിജൻസ് എന്ന് വിളിച്ചത് അല്ലെ, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിച്ചത്. ഇപ്പൊ 2 എണ്ണായി. ദെൻ കാക്ക കലേക്കർ കമ്മിറ്റി വരുന്നത് ഫസ്റ്റ് ബാക്ക്വാർഡ് കമ്മീഷനാണ് കാക്ക കലേക്കർ കമ്മിറ്റി. അപ്പൊ 3 എണ്ണായി. ദെൻ താരാബായ് സിന്റെ അതുപോലെ തന്നെ എം.ജി. റാണ. ഇത് രണ്ടും സ്ത്രീ പുരുഷ തുലന, അതുപോലെ തന്നെ വിഡോ റീമാരേജ് ഉണ്ട്. അപ്പോൾ എം.ജി. റാണയുടെ നമുക്ക് ഉറപ്പിക്കാം വിഡോ റീമാരേജ് ആണ് എന്നുള്ളത്. താരാബായ് സിന്റെയുടെ ബുക്കാണ് എന്ത്? സ്ത്രീ പുരുഷ തുലന. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ 5, 7, 5, 2, 7, ആദ്യത്തിലെ 9 ഡിസ്കസ് ചെയ്ത എത്ര മാർക്കായി? 9, 7, 16 മാർക്ക്. ഈ 16 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് ഏറ്റവും നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ.